തൃശൂരിൽ BDS പഠനത്തിനെത്തിയപ്പോഴാണ് കൂത്താട്ടുകുളം പാലക്കുഴ മൂങ്ങാംകുന്ന് വലിയ കുളങ്ങരയിൽ KS ജോസിന്റെയും ഷെർലിയുടെയും മകൾ സോനയും പാവറട്ടി മണപ്പാടി വെളുത്തേടത്ത് VK മഹേഷ് കൃഷ്ണയും തമ്മിൽ പരിചയത്തിലാവുന്നത്. പിന്നീട് അവർ സുഹൃത്തുക്കളായി. പഠനം കഴിഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു. ഇതിനിടയിൽ സോന വിവാഹിതയായി. പക്ഷേ ആ വിവാഹബന്ധം ഒരുപാട് കാലം നീണ്ടുനിന്നില്ല. ഭർത്താവുമായി അവൾ അകന്നു. ഈ ബന്ധത്തിൽ സോനയ്ക്ക് ഒരു മകളുമുണ്ട്. പിന്നീട് അവൾ പലയിടങ്ങളിലും ജോലി നോക്കി. ഇതിനിടയിൽ അവൾ വിദേശത്തും കുറച്ചുകാലം ജോലി ചെയ്തു. പഠനം കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം മഹേഷും സോനയുമായി അത്ര വലിയ അടുപ്പത്തിലൊന്നുമല്ലായിരുന്നു. അവൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോഴാണ് വീണ്ടും മഹേഷുമായുള്ള ബന്ധം പുതുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം സംസാരത്തിനിടയിൽ മഹേഷ് അവളോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. നാട്ടിലെത്തിയാൽ രണ്ടുപേർക്കും കൂടി പാർട്ട്ണർഷിപ്പിൽ ഒരു ദന്തൽ ക്ലിനിക്ക് തുടങ്ങാമെന്ന് മഹേഷ് അവളോട് പറഞ്ഞു. മഹേഷ് ഇക്കാര്യം അവളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. വിദേശത്ത് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് അതായിരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ സോനയ്ക്കും തോന്നി. അങ്ങനെ സോന നാട്ടിലെത്തി തൃശ്ശൂരിലെ കുട്ടനെല്ലൂരിൽ ദി ഡെന്റിസ്റ്റ് എന്ന പേരിൽ ഒരു ദന്തൽ ക്ലിനിക്ക് തുടങ്ങി. യഥാർത്ഥത്തിൽ ദന്തൽ ക്ലിനിക്ക് തുടങ്ങാനുള്ള പണമെല്ലാം മുടക്കിയത് സോന തന്നെയായിരുന്നു. സഹായങ്ങളെല്ലാം മഹേഷ് ചെയ്തു കൊടുത്തു എന്ന് മാത്രം. എന്നിട്ട് മഹേഷ് ഒപ്പം കൂടി. ഇതിനിടയിൽ ഇവർ തമ്മിൽ കുരിയച്ചിറയിൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് ഒന്നിച്ച് താമസം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും സോനയുടെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. അവൾ ഇതെല്ലാം വീട്ടുകാരിൽ നിന്നും ഒളിച്ചു വെച്ചു. ദന്തൽ ക്ലിനിക്കിന് പണം മുടക്കിയതും ഒന്നിച്ച് താമസിക്കുന്നതുമൊക്കെ സോന വീട്ടുകാരോട് മറച്ചു വെക്കുന്നത് മഹേഷ് മനസ്സിലാക്കി. വീട്ടുകാരെ സോനയ്ക്ക് പേടിയാണെന്ന് മനസ്സിലാക്കിയ മഹേഷ് അവളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു വർഷത്തിനിടയിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ മഹേഷ് സോനയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. സോനയെ വീട്ടുതടങ്കലിൽ എന്നതുപോലെയാണ് മഹേഷ് താമസിപ്പിച്ചിരുന്നത്. സോനയുടെ സർട്ടിഫിക്കറ്റുകളടക്കം മഹേഷ് കൈക്കലാക്കി വെച്ചിരുന്നു. മഹേഷിൻ്റെ ഈ രീതികളൊന്നും സോനയ്ക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും സൗഹൃദത്തിലായിരുന്നപ്പോഴും ഒന്നും അവൻ്റെ ഈ സ്വഭാവം സോനയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നതുമില്ല. അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ആ സമയത്തൊക്കെ അവൻ മര്യാദരാമനായി അവളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു. ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് തുടങ്ങിയ ക്ലിനിക്കിലെ ലാഭം മുഴുവൻ മഹേഷ് കൊണ്ടുപോകുന്നു. എന്നു മാത്രമല്ല, ഒരടിമയെപ്പോലെ താൻ അവിടെ ജോലി ചെയ്യുകയും വേണം. പുറത്തിറങ്ങാനോ ആരോടും സംസാരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം പോലുമില്ല. എത്ര കാലം ഇങ്ങനെ ജീവിക്കും? അങ്ങനെ അവളൊരു തീരുമാനമെടുത്തു. ഇനി ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, വീട്ടുകാരെ അറിയിക്കണം. അങ്ങനെ അവൾ കാര്യങ്ങളെല്ലാം തൻ്റെ വീട്ടുകാരെ അറിയിച്ചു. സോന ജോലി ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കുകയായിരുന്നു മഹേഷ്. അവൾ കാര്യങ്ങളെല്ലാം തൻ്റെ വീട്ടുകാരോട് പറയുമെന്ന് അവൻ പ്രതീക്ഷിച്ചതേയില്ല. കാര്യങ്ങളെല്ലാം സോനയുടെ വീട്ടുകാർ അറിഞ്ഞതോടെ മഹേഷ് പ്രതികാരദാഹിയായി. അവനവളെ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. അവൾ ഇക്കാര്യം തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് സോന മഹേഷിനെതിരെ ഒല്ലൂർ പോലീസിൽ പരാതി കൊടുത്തു. ഇതോടെ മഹേഷിൻ്റെ പക വീണ്ടും മൂത്തു. ദന്തൽ ക്ലിനിക്ക് വിറ്റ് താൻ നാട്ടിലേക്ക് പോകുകയാണെന്ന് സോന പറഞ്ഞത് മഹേഷിനെ ഒരു ഭ്രാന്തനാക്കി. കാരണം ക്ലിനിക്ക് വിറ്റ് സോന പോയാൽ തൻ്റെ കഞ്ഞികുടി മുട്ടും. ക്ലിനിക്കിൻ്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകളെല്ലാം സോനയുടെ പേരിലായിരുന്നു. അപ്പോഴേക്കും ക്ലിനിക്ക് തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ വിവാഹമോചനം നേടാതെ താൻ മഹേഷിനൊപ്പം കഴിയുന്നത് ആരെങ്കിലും അറിഞ്ഞാലുള്ള നാണക്കേട് ഭയന്ന് അവൾ അയാൾ പറയുന്നതിനെല്ലാം വഴങ്ങുകയായിരുന്നു. സോന പോലീസിൽ പരാതി കൊടുത്തതോടെ അവളുടെ അച്ഛനും സുഹൃത്തും കുട്ടനെല്ലൂരിലെത്തി. 2020 സെപ്റ്റംബർ 29 സോന കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പലതവണ വിളിച്ചെങ്കിലും മഹേഷ് സ്റ്റേഷനിൽ പോകാൻ കൂട്ടാക്കിയില്ലായിരുന്നു. പകരം രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രശ്നം സംസാരിച്ചു തീർക്കാമെന്ന് പറഞ്ഞ് ക്ലിനിക്കിലെത്തി. സോനയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ അവളുടെ അച്ഛനും സുഹൃത്തും എത്തിയിരുന്നു. ഒത്തുതീർപ്പ് ചർച്ചകൾക്കിടയിൽ മഹേഷും സോനയും തമ്മിൽ വാക്കുതർക്കമായി. പ്രകോപിതനായ മഹേഷ് കത്തിയെടുത്ത് സോനയെ വട്ടം പിടിച്ച് വയറ്റിൽ കുത്തി. അവളുടെ വയറ്റിലും കാലിലുമാണ് പരിക്കേറ്റത്. അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തിച്ച സോനയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞ് അവൾ മരണത്തിന് കീഴടങ്ങി. കുത്തേറ്റ് നിലവിളിച്ച സോനയുടെ അടുത്തേക്ക് എല്ലാവരും ഓടിയെത്തുന്ന ബഹളത്തിനിടയിൽ മഹേഷ് അവിടെ നിന്ന് ഓടി കാറിൽ കയറി രക്ഷപ്പെട്ടു. സോനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഇയാളെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് അവിടെയുണ്ടായിരുന്ന പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളോട് സോനയുടെ അച്ഛൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവരാരും തന്നെ ഇയാളെ തടഞ്ഞു വയ്ക്കാനോ പോലീസിൽ ഏൽപ്പിക്കാനോ തയ്യാറായില്ല. മറിച്ച് അയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പിന്നീട് പോലീസിന് കിട്ടി. പ്രദേശത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാരുമായും അടുപ്പമുള്ളയാളായിരുന്നു മഹേഷ്. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇയാൾ വലിയ തുകകൾ സംഭാവന നൽകുമായിരുന്നു അത്രേ. മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ രാഷ്ട്രീയക്കാരും പിന്നീട് മഹേഷും സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ CCTVയിൽ ഉണ്ടായിരുന്നു.
സോനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ സംഭവം CIയെ ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു. CIയുടെ നിർദ്ദേശപ്രകാരം SI സ്ഥലത്തെത്തിയപ്പോഴേക്കും മഹേഷ് രക്ഷപ്പെട്ടിരുന്നു. ഇയാൾ രക്ഷപ്പെട്ട കാറ് കൂർക്കഞ്ചേരിയിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് പിന്നീട് കണ്ടെടുത്തു. 2 ദിവസത്തിനു ശേഷം തൃശൂർ പൂങ്കുന്നത്തു നിന്ന് പോലീസ് ഇയാളെ പിടികൂടി. സോന മരണപ്പെട്ടതോടെ തന്നെ പിടികൂടാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയെന്ന് മനസ്സിലാക്കിയ മഹേഷ് കോടതിയിൽ കീഴടങ്ങാനായി അഭിഭാഷകനോടൊപ്പം പോകുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത്. ക്ലിനിക്ക് തുടങ്ങാനും പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്കും താനും പണം മുടക്കിയെന്നും എന്നാൽ മുടക്കിയ പണമോ ലാഭവിഹിതമോ സോന തനിക്ക് തന്നില്ല എന്നും ഇതോടെയാണ് ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ താൻ എടുക്കാൻ തുടങ്ങിയതെന്നും മഹേഷ് പോലീസിനോട് പറഞ്ഞു. എന്നാൽ ക്ലിനിക്കിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾക്കായി 7 ലക്ഷം രൂപ മുടക്കിയ മഹേഷ് പലപ്പോഴായി 22 ലക്ഷം രൂപ സോനയുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കി എന്നാണ് അവളുടെ കുടുംബം ആരോപിക്കുന്നത്. പിന്നീട് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ മഹേഷിനെ സോനയുടെ ക്ലിനിക്കിൽ എത്തിച്ച് തെളിവെടുത്തു. കുത്താൻ ഉപയോഗിച്ച കത്തി ക്ലിനിക്കിലെ AC-യുടെ മുകളിൽ ഇയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇത് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. റിമാൻഡിലായി 75-ാം ദിവസം ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. കൃത്യം നടന്ന് 90 ദിവസത്തിനുള്ളിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പക്ഷേ അപ്പോഴേക്കും ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ച് ഇയാൾ പുറത്തിറങ്ങിയിരുന്നു. ഇതിനെതിരെ സോനയുടെ കുടുംബവും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചു. അതോടെയാണ് സുപ്രീം കോടതി ഈ ജാമ്യം റദ്ദാക്കിയത്. ജാമ്യം റദ്ദാക്കിയ വിവരം അറിഞ്ഞതോടെ മഹേഷ് ഒളിവിൽ പോയി. 2021 ഏപ്രിൽ 22 ചോറ്റാനിക്കരയിലെ ഒരു ലോഡ്ജിൽ 2 ദിവസമായി ഒരു ചെറുപ്പക്കാരൻ മുറിയെടുത്തു താമസിക്കുകയാണ്. ആ ദിവസം അയാളെ പുറത്തേക്ക് കണ്ടതേയില്ല. ലോഡ്ജിലെ ജീവനക്കാർ കതകിൽ മുട്ടി. അകത്ത് യാതൊരു പ്രതികരണവുമില്ല. അവർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി വാതിൽ തുറന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ ഫാനിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നതാണ് കണ്ടത്. അത് മഹേഷായിരുന്നു. ജാമ്യം റദ്ദാക്കിയതോടെ ഒളിവിൽ പോയ മഹേഷ് ആരും അറിയാതെ ചോറ്റാനിക്കരയിലെത്തി മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ ജീവനൊടുക്കിയത്. അങ്ങനെ ആ അധ്യായം അവിടെ അവസാനിച്ചു.